മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുമായുള്ള തർക്കം പരിഹരിക്കാൻ നീക്കം തുടങ്ങി മുസ്ലിം ലീഗ്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമസ്ത നേതാക്കളുമായി ആശയവിനിമയം നടത്തി. മുതിർന്ന അംഗം മുസ്തഫൽ ഫൈസിയെ മുഷാവറയിൽ നിന്നും സമസ്ത സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ഉടലെടുത്ത തർക്കം പരിഹരിക്കാനാണ് ലീഗ് നേതൃത്വത്തിന്റെ ഇടപെടൽ. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു. റിയാസ്, വിവരങ്ങൾ. വൃന്ദ, സമസ്തയുമായുള്ള തർക്കം പരിഹരിക്കാൻ ലീഗ് നേതൃത്വം തന്നെ മുൻകൈയെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. കാരണം അതിന് മുൻകൈയെടുത്ത് ലീഗിന്റെ അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ രംഗത്ത് വരുന്നു. അദ്ദേഹം സമസ്ത നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നു. ജിഫ്രി തങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ഈ ഒരു പ്രശ്നം അടിയന്തരമായി തന്നെ പരിഹരിക്കേണ്ടതുണ്ട്. അതിന് കഴിയുന്ന രീതിയിലുള്ള പോസിറ്റീവായ ഇടപെടലുകൾ നടത്താൻ എല്ലാ സഹായവും എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. അതിന് അനുസൃതമായ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം സമസ്ത ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിനെത്തിയ സാദിഖ് അലി തങ്ങൾ ഉമർ ഫൈസി മുക്കവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ആ സമയത്തും സമസ്തയിലെ ഐക്യം സംബന്ധിച്ച കാര്യം തന്നെയാണ് പ്രധാനമായും ചർച്ചയായത്. ഈ മുസ്ലിം ലീഗിന് ഈ മുസ്തഫൽ ഫൈസിക്കെതിരെ സമസ്ത എടുത്ത ഒരു നടപടി അത് വലിയ തോതിൽ മുസ്ലിം ലീഗിന് അമർഷമുണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ മുഷാവറ യോഗത്തിലായിരുന്നു മുതിർന്ന മുഷാവറ അംഗമായ മുസ്തഫൽ ഫൈസിയെ നേതൃത്വത്തിനെതിരായ പരോക്ഷ പരാമർശത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം സമസ്ത നേതൃത്വം സ്വീകരിച്ചിരുന്നത്. എന്നാൽ അത് ലീഗിനെ അനുകൂലിച്ച് സംസാരിച്ചു എന്ന പേരിലാണ് അത്തരം ഒരു നടപടി എന്ന രീതിയിലായിരുന്നു പ്രചരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിന് അതിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ സമസ്ത നേതൃത്വം ലീഗ് നേതാക്കളെ അറിയിച്ചിട്ടുള്ളത് ഈ മുസ്തഫൽ ഫൈസി പരസ്യമായി തന്നെ സമസ്ത നേതാക്കളെയും സമസ്ത നേതൃത്വത്തെയും പരോക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരമൊരു അച്ചടക്കം ലംഘിച്ചതുകൊണ്ടാണ് ഈ നടപടി എന്നുള്ളതാണ്. അല്ലാതെ ലീഗിനെ അനുകൂലിച്ച് സംസാരിച്ചതിനല്ല നടപടി എന്ന് വിലയിരുത്തുകയും ചെയ്തു. മാത്രമല്ല, സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനം നടക്കാൻ പോവുകയാണ്. സമസ്ത പോലുള്ള ഈ ആധികാരികമായ ഇസ്ലാമിക പണ്ഡിത സഭ, ആ പണ്ഡിത സഭയിൽ ഈ ഒരു ഘട്ടത്തിൽ പരസ്പരമുള്ള വിഴുപ്പലക്കലുകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സമസ്തയുമായി ഏറ്റവും കൂടുതൽ യോജിച്ചു പോകുന്ന മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ തർക്കമുണ്ടാകുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഭൂഷണമല്ല എന്ന തിരിച്ചറിവാണ് സമസ്ത നേതൃത്വത്തിനും മുസ്ലിം ലീഗ് നേതൃത്വത്തിനുമുള്ളത്. മറ്റൊന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ സമസ്തയെ പിണക്കി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നൊരു വിലയിരുത്തൽ ലീഗ് നേതൃത്വത്തിനുമുണ്ട്. ഇപ്പോഴത്തെ ഈ തർക്കം നല്ലതിനല്ല എന്നൊരു വിലയിരുത്തലാണ് ലീഗ് നേതൃത്വം എത്തിയത്. അതുകൊണ്ടാണ് സമവായ നീക്കങ്ങളുമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ നേരിട്ട് രംഗത്ത് വരുന്നത്. പൊതുവെ പാണക്കാട് തങ്ങന്മാരെന്ന് പറയുന്നത് സമസ്തയിലുള്ള ആളുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും അവർ നേതൃപദവിയിൽ ഇരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ രണ്ട് ചെരിയെയും യോജിപ്പിക്കാൻ, രഞ്ജിപ്പിന്റെ പാതയിലേക്ക് എത്തിക്കാൻ ഈ കൃത്യമായി ഇടപെടാൻ കഴിയുന്നയാൾ അത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം തന്നെ ഇതിനുവേണ്ടി മുൻകൈയെടുക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിലുള്ള പ്രശ്നം അത് അടുത്ത് തന്നെ ചർച്ച ചെയ്ത് രമ്യതയിലെത്തും എന്നുള്ളതാണ് നമുക്ക് സമസ്ത ലീഗ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. വൃന്ദ. ശരി റിയാസ്, വ്യക്തമാണ്.